സി ഐ ആം നോട്ട് ക്രേസി. ഞാൻ കണ്ടതാണ്. വ്യക്തമായി ഞാൻ കണ്ടതാണ്. സനുഷ ഇത് പറയുമ്പോൾ ഇൻസ്പെക്ടറുടെ മേശയിലിരുന്ന പേപ്പർ വെയ്റ്റിലേക്കും അതിനു നേരെ എതിർവശത്ത് ഊരിവച്ചിരുന്ന അയാളുടെ തൊപ്പിയിലെ മുദ്രയിലേക്കും അവൾ അറിയാതെ മാറി മാറി ചലിച്ചിരുന്ന കൃഷ്ണമണികളിലേക്ക് ഷിജോയുടെ കണ്ണുകൾ തറഞ്ഞിരുന്നു. അവൾ മൂന്നാമത്തെ തവണയാണ് ഇതേ വാക്കുകൾ ആവർത്തിക്കുന്നത് എന്ന് ഷിജോയ്ക്കറിയാം. മാഡം, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനൊരു പെൺകുട്ടി അവിടെയുണ്ടെങ്കിൽ നമുക്കവളെ കണ്ടെത്താം. മാഡം ടെൻഷനാകാതിരിക്കൂ. തൽക്കാലം ആ പെൺകുട്ടി നിങ്ങൾക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ഷിജോയുടെ വാക്കുകൾ അവളെ കൂടുതൽ അസ്വസ്ഥയാക്കി. അവളെക്കുറിച്ചല്ല, അയാളെക്കുറിച്ചാണ് എനിക്ക് പേടിയുള്ളത്. വസൂരി വന്ന പാടുള്ള തടിച്ച ചുണ്ടുകളുള്ള തോർ തൊടുത്തു നടക്കുന്ന ആ കറുത്ത മനുഷ്യൻ. ഹീസ് ഡേഞ്ചറസ്. മാഡം, നാളെ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് അവിടെ ഒന്ന് അരിച്ചു പെറുക്കാം. ഈ പറഞ്ഞ തോർത്തുമുണ്ടെടുത്ത് നടക്കുന്നവനെ പിടിച്ച് കരണക്കുറ്റിക്ക് 2 പൊട്ടിക്കാം. പോരെ? ഷിജോ ഒരു കൊച്ചുകുട്ടിയെ ആശ്വസിപ്പിക്കുന്നത് പോലെ സനുഷ്യയോട് പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ വല്ലാത്ത ആശ്വാസം തെളിഞ്ഞു കണ്ടു. നിങ്ങളെന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ ഇൻസ്പെക്ടർ? അത് തന്നെ എനിക്ക് വലിയ കാര്യമാണ്. വേറെ ആരോടെങ്കിലും ഞാനിത് പറഞ്ഞാൽ അവർ കരുതും എനിക്ക് വട്ടാണെന്ന്. അല്ല, അവരുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ കരുതൂ. അനുഭവങ്ങൾ വരുന്നതുവരെ എല്ലാം നമുക്ക് രസമുള്ള വട്ടുകളും തോന്നലുകളും മാത്രമാണല്ലോ. പുറത്തിറങ്ങിയ സനുഷ തന്റെ കാറിൽ കയറിയ ശേഷവും തന്റെ നേർക്ക് നോക്കുന്നത് ഷിജോ ശ്രദ്ധിച്ചു. അവരുടെ നോട്ടത്തിൽ പ്രതീക്ഷയോ മറ്റെന്തൊക്കെയോ നിഴലിച്ചിരുന്നു. മുംബൈ ആസ്ഥാനമായ ഒരു കമ്പനിയിൽ ഉയർന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യുകയാണ് സനുഷ. അടുത്തയിടെ നടന്ന അബോഷനും ഭർത്താവുമായുള്ള പ്രശ്നങ്ങളുമൊക്കെ അവളെ വല്ലാതെ തളർത്തിയിരുന്നു. എന്നാൽ ജോലി തിരക്കിൽ അതെല്ലാം മറക്കാനും മറികടക്കാനും അവൾക്ക് കഴിഞ്ഞു. ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ടാകും ചെങ്ങാപ്പള്ളി എന്ന നാട്ടിൻപുറത്ത് അവൾ വന്നത്. പുഴയോട് ചേർന്ന് കിടക്കുന്ന ആ പഴയ വലിയൊരു തറവാടുണ്ട്. കുറേയേറെ വർഷമായി അവിടെ ആൾതാമസമൊന്നുമില്ല. അത് വാങ്ങി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയ ശേഷമാണ് സനുഷ നാട്ടിലേക്ക് വരുന്നത്. ഷിജോ മേശപ്പുറത്തിരുന്ന ബെല്ലടിച്ചു. ആ ചന്ദ്രനോട് വരാൻ പറ. ഹാഫ് ഡോറിലൂടെ തല കാണിച്ച വനിതാ പോലീസുകാരിയോട് ഷിജോ പറഞ്ഞു. ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രന്റെ വീട് സനുഷ പറഞ്ഞ വീടിന് അടുത്താണ്. അയാൾക്ക് പെൻഷനാകാൻ ഇനി 1.5 വർഷം കൂടിയേ ഉള്ളൂ. ചന്ദ്രൻ ഹാഫ് ഡോർ തുറന്ന് ഷിജോയുടെ മുന്നിലെത്തി സല്യൂട്ട് ചെയ്തു. ചന്ദ്ര, ഇരിക്കെ. ഡോ, തന്റെ വീടിനടുത്തല്ലേ ആ പഴയ തറവാട്? അതിൻ്റെ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ്. ഇപ്പോൾ വന്ന ആ പെണ്ണില്ലേ, അവരാണ് ആ വീട് വാങ്ങിയത്. DGP സാറിനൊക്കെ നേരിട്ടറിയാവുന്ന കക്ഷിയാണ്. സാർ വിളിച്ചു പറഞ്ഞ കേസാണ്. അതുകൊണ്ടാണ് തന്നെ വിളിപ്പിച്ചത്. ചന്ദ്രൻ തലകുലുക്കി. സാറേ, ആ വീട് കുറേ കൊല്ലമായി അടഞ്ഞു കിടക്കുമായിരുന്നു. ഏതാണ്ട് 20 വർഷത്തോളായിട്ടുണ്ട്. ഇതൊരു പഴയ തറവാടായിരുന്നു. കുടുംബത്തിൽ കുറേ പേർക്ക് അകാലത്തിൽ മരണം സംഭവിച്ചു അത്രേ. ബാക്കിയുള്ളവരൊക്കെ പുറത്തെവിടെയോ സെറ്റിലായി. ഒരു 4-5 മാസം നമ്മുടെ ഇവിടുത്തെ ബാങ്കിൽ മാനേജരായി വന്ന സാറും കുടുംബവും താമസിച്ചിട്ടുണ്ട്. പിന്നീട് അങ്ങേർക്ക് സ്ഥലമാറ്റം കിട്ടിപ്പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് കോളേജിലെ പിള്ളേർ വാടകയ്ക്കെടുത്ത് താമസിച്ചു. 6 മാസത്തിനകം അവരും താമസം മാറി. അവന്മാർ എന്തോ കണ്ടു പേടിച്ചെന്നൊക്കെ ഒരു കരക്കമ്പി ഉണ്ടായിരുന്നു സാറേ. പുല്ലരിയാൻ പോയ പെണ്ണുങ്ങളൊക്കെ അവിടെ എന്തൊക്കെയോ കണ്ട് പേടിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ആ വീട്ടിലെ ഒരു കാർന്നോത്തി പണ്ട് ആ വീടിന്റെ മുറ്റത്ത് പുഴയിൽ വീണ് മരിച്ചിട്ടുണ്ട്. പിന്നെ 1998 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ആരും 6 മാസത്തിൽ കൂടുതൽ ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. ചന്ദ്രൻ പറഞ്ഞു നിർത്തി. താൻ ഈ പ്രേതത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ ചന്ദ്ര? ഉണ്ടോന്ന് ചോദിച്ചാൽ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാലും എന്തോ ഒരു ഇതുണ്ട് എന്ന് വിശ്വസിച്ചല്ലേ പറ്റൂ സാറേ. എന്തുണ്ടെന്ന്? മണ്ണാങ്കട്ട. ഡോ, ഈ ദൈവവും പ്രേതമൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ആ വീട്ടിൽ ആരോ കിടന്ന് കളിക്കുന്നുണ്ട്. ആ പെണ്ണുമ്പിള്ളയെ പേടിപ്പിച്ച് വസ്തു ചുളുവിനടിച്ചെടുക്കാൻ തന്നെയാകും. നാളെ തനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നമുക്കൊന്ന് അവിടെ വരെ പോയി നോക്കാം. നാളെ ഒരു പാസ്പോർട്ട് വെരിഫിക്കേഷൻ ഉണ്ട്. അത് കുഴപ്പമില്ല, പോവാ സാറേ. സാറ് പറഞ്ഞാൽ മതി.
ഒന്ന് അറ്റൻഷൻ ആയ ശേഷം അയാൾ പുറത്തേക്ക് നടന്നു. ടേബിളിന്റെ ഉള്ളിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് പോക്കറ്റിൽ ലൈറ്റർ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി ഷിജോ ബാത്റൂമിലേക്ക് നടന്നു. സനുഷ പുഴവക്കത്തിരിക്കുകയായിരുന്നു. ചേച്ചിയെ, ഞാൻ പോണേണേ. ചോറ് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചേച്ചി പറഞ്ഞ കൂട്ട് സവാള അരിഞ്ഞതും തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. മീൻകറി അടുപ്പത്താണ്. ഞാൻ വൈകിട്ട് 5 വരാം. പണിക്ക് വന്ന കുണ്ടന്തറയിലെ ബേബി ജോലി കഴിഞ്ഞിറങ്ങുകയാണ്. അവളുടെ ബ്ലൗസിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് പഞ്ചസാരയോ തേയിലയോ പാൽപ്പൊടിയോ ഒളിച്ചു കടത്തുകയാണെന്ന് സനുഷയ്ക്ക് ഉറപ്പായിരുന്നു. പാവങ്ങളാ മാഡം. കെട്ടിയോൻ ഇട്ടേച്ചു പോയി. പിള്ളേര് 3 ഈ കോവിഡൂടെ വന്നതിന് ശേഷം മിക്കവാറും പട്ടിണിയാണ്. അവളെ ജോലിക്ക് കൊണ്ടാക്കിയ ശേഷം ബ്രോക്കർ കിഷൻ പറഞ്ഞ വാക്കുകളിൽ അവളുടെ തീവ്രത വരച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് സനുഷ പലപ്പോഴും കണ്ണടച്ചിരുന്നു. പുഴക്കരയിലെ വീട്. ഫോണിന് റേഞ്ചില്ല. ശരിക്കും ആസ്വാദ്യകരമായ ഒരു അവധിക്കാലമാണ് ഈ ക്വാറന്റൈൻ എന്ന് സനുഷയ്ക്ക് തോന്നി. കാലുകൾ വെള്ളത്തിലുലച്ചപ്പോൾ ചെറിയ പരൽമീനുകൾ ഓടി നടക്കുന്നത് അവൾ കണ്ടു. മെല്ലെ മുകളിലേക്ക് കയറി. ഉമ്മറത്തെ അരഭിത്തിയിൽ കയറി ചമ്രം അടിഞ്ഞിരുന്നു ആസ്വദിച്ച് ഒരു പുകയെടുത്തു. ഈയിടെയായി വലിയ അല്പം കൂടുതലാണ്. വായിക്കാൻ വേണ്ടി കൂടെ കൂട്ടിയ പുസ്തകം ഇതുവരെ 4 പേജ് കടന്നിട്ടില്ല. പുറത്ത് ഏതോ വണ്ടി വന്ന് നിന്നത് അവൾക്ക് മനസ്സിലായി. അന്ത്യശ്വാസം വലിക്കുന്ന സിഗരറ്റ് എടുത്ത് ദൂരേക്കെറിഞ്ഞു. ഷോർട്സ് വലിച്ച് മുകളിലേക്കാക്കി. വയറൽപ്പം കൂടുന്നുണ്ട് ഈയിടെയായി. ഗേറ്റ് തുറന്ന് ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രനും ഇൻസ്പെക്ടർ ഷിജോയും അകത്തേക്ക് നടന്നു വന്നു. പിന്നാലെ ഡ്രൈവർ വണ്ടി അകത്തേക്കെടുത്തു. ഗേറ്റിൽ നിന്നും അല്പം ദൂരമുണ്ട് വീട്ടിലേക്ക്. 2 നിലകളുള്ള ഓടുമേഞ്ഞ അതിപുരാതനമായ വീട്. നല്ല വില കിട്ടും. ആർക്കിയോളജിക്കൽ വാല്യുള്ള കെട്ടിടമാണ്. താങ്ക് യു ഇൻസ്പെക്ടർ. ഞാൻ കരുതി നിങ്ങളെന്നെ പറഞ്ഞുവിടാൻ വേണ്ടി ഒരു എക്സ്ക്യൂസ് പറഞ്ഞതാണെന്ന്. പ്ലീസ് കമിൻ. സനുഷ അവരെ ഉമ്മറത്തേക്ക് സ്വാഗതം ചെയ്തു. അരഭിത്തി കെട്ടി തിരിച്ചിട്ടുള്ള വിശാലമായ ഉമ്മറം. പഴയ ഒരു ചാരുകസേര കിടപ്പുണ്ട്. അല്ല മാഡം, നിങ്ങളെന്തിനാ ഈ വീട് മേടിച്ചത്? അരഭിത്തിയിൽ തൂണിൽ ചാരിയിരുന്നു കൊണ്ട് ചന്ദ്രൻ ചോദിച്ചു. ഞാൻ വാങ്ങിച്ചതല്ല, എന്നിലേക്ക് വന്നു ചേർന്നതാണ്. ഓഫീസിലെ മലയാളിയായ ഒരു ഹരിയുണ്ട്, പാലക്കാടുകാരൻ. അവൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മയുണ്ടാക്കിയ ഒരു പലഹാരം കൊണ്ടുവന്നു. തെരളീന്നോ എന്തോ ആണ് അതിൻ്റെ പേര്. വയണയിലയിൽ അരിയും ശർക്കരയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നൊരു പലഹാരം. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അത് പൊതിഞ്ഞു തന്ന പേപ്പറിൽ നിറയെ മലയാളം. എനിക്ക് മലയാളം ഇപ്പോൾ പഴയ പോലെ വായിക്കാനുള്ള ഫ്ലുവൻസി ഇല്ല. സോ അതിന് താഴെ ഒരു കോളത്തിലുണ്ടായിരുന്ന അഡ്വർടൈസ്മെന്റ് വായിച്ചു. അതിലാണ് ഈ കെട്ടിടം വിൽക്കുന്നു എന്ന് കണ്ടത്. ഞാൻ കേരളം വിട്ടിട്ട് കുറേയേറെ കൊല്ലമായി. മോർ ദാൻ 10 ഇയേഴ്സ്. എന്തോ ഈ വസ്തു വാങ്ങിയാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ബ്രോക്കറെ വിളിച്ചു. ഇത് പർച്ചേസ് ചെയ്തു. അത് കുറേ കൊല്ലം മുമ്പാണ്. ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആകാൻ പറ്റിയത്. സോ ഞാൻ ഇങ്ങോട്ട് വന്നു. മാഡത്തിൻ്റെ ഫാമിലിയൊക്കെ? ഷിജോ ചോദിച്ചു. അച്ഛനുണ്ട്, പാലക്കാട്. ബട്ട് ഞങ്ങൾ കണ്ടിട്ടൊക്കെ കുറേയായി. ഹസ്ബൻഡ് മുംബൈയിലാണ്. ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇനി എന്താ അറിയണ്ടേ? സനുഷ ചോദിച്ചു. ഇനി പറയൂ മാഡം. എന്താണ് നിങ്ങൾ കണ്ടത്? എവിടെയാണ് കണ്ടത്? ഷിജോ വിഷയം എടുത്തിട്ടു. സനുഷയുടെ മുഖം ഒരു നിമിഷം ഒന്ന് പതറി. ഞാൻ വന്ന ആദ്യത്തെ ദിവസം പകലാണ്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ച ശേഷം ജോലിക്കാരൊക്കെ പോയ നേരത്താണ് ഞാൻ ആദ്യം അവളെ കാണുന്നത്. ദാ ആ തിണ്ണയിൽ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടതും എഴുന്നേറ്റു. എന്നിട്ട് ഓടി മറഞ്ഞു. അവളുടെ കയ്യിൽ ഒരു പാവയുണ്ടായിരുന്നു. 4-5 വയസ്സുള്ള ഒരു കുട്ടി. ഷിജോ അങ്ങോട്ട് നോക്കി. പടിഞ്ഞാറ് വശത്തുള്ള തിണ്ണ. ഇതാരാ ഇവിടെ ഒരു പെൺകുട്ടിയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയൽവക്കത്തുള്ള കുട്ടികൾ ആരെങ്കിലും കളിക്കാൻ വന്നതാകും എന്ന് കരുതി. ഞാൻ അവിടെയൊക്കെ തിരഞ്ഞു. അവളെ കണ്ടില്ല. ആഹാ, പിന്നീട് അവളെ എപ്പോഴാ കണ്ടത്? പിറ്റേന്ന്. ഡ്രസ്സൊക്കെ മേലെ വിരിച്ചിട്ട ശേഷം.
ഞാൻ ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്നു. ആ പെൺകുട്ടി പുഴയോരത്തെ പടവിൽ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാളെ ഞാൻ ആദ്യമായി കാണുന്നത്. പുഴയിലേക്ക് ഇറങ്ങുന്ന പടവുകൾ തുടങ്ങുന്നിടത്ത് അയാൾ ഒളിച്ചുനിന്ന് ആ കുട്ടിയെ നോക്കുകയായിരുന്നു. ആ കോൺക്രീറ്റ് ഭിത്തിയുടെ പിന്നിൽ ഒളിച്ചുനിന്ന് അയാൾ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. അവളെ നോക്കി ഞാൻ ഉറക്കെ വിളിച്ചു. അവൾ കേട്ടില്ല. പക്ഷേ അയാൾ എന്നെ കണ്ടു. അയാൾ എന്നെ രൂക്ഷമായി നോക്കി. ഞാൻ പെട്ടെന്ന് പടവിറങ്ങി അവളുടെ അടുത്തേക്ക് ഓടി. ഞാൻ എത്തിയപ്പോൾ അവൾ ഉണ്ടായിരുന്നില്ല. അയാളും. അയാൾക്ക് എന്ത് പ്രായം വരും? ചന്ദ്രൻ ചോദിച്ചു. 40s, മേ ബി 50. കറുത്തു തടിച്ച ഒരു മനുഷ്യൻ, മൊട്ടത്തലയൻ, നീല കളറിലെ ഒരു കടുക്കനിട്ടിട്ടുണ്ട് ഒറ്റ ചെവിയിൽ. നിറം മങ്ങിയ മുഷിഞ്ഞ ഒരു ഒറ്റമുണ്ടാണ് വേഷം. അല്പം മുടന്തുണ്ട് അയാൾക്ക്. ചന്തപ്പൻ, മൊട്ടച്ചന്തപ്പൻ, ചന്ദ്രൻ പിറുപിറുത്തു. അയാളെ എനിക്കറിയാം സാർ. ചന്ദ്രന്റെ വാക്കുകൾക്ക് അവർ കാതോർത്തു. സാറേ, ഇവൻ ഇവിടെ അടുത്തുള്ളതായിരുന്നു. ചന്തപ്പൻ എന്നാണ് പേര്. ഒരു തോർത്തു കൊടുത്ത് ഇങ്ങനെ നടക്കും. ആരേലും എന്തേലും പണി പറഞ്ഞാൽ ചെയ്യും, കൊടുക്കുന്നത് വാങ്ങിക്കും. എല്ലാവർക്കും ഉപകാരിയാണ്. പണ്ടാ കിണർ കുഴിക്കുന്നതിനും മോട്ടോർ വയ്ക്കുന്നതിനും മുന്നേ സ്റ്റേഷനിൽ വെള്ളം കോരി തന്നിരുന്നത് അവനാണ്. ഭാര്യയും പിള്ളേരും ഒന്നും ഇല്ല. ഒറ്റത്തടി. ഇടയ്ക്കിടെ അവൻ അപ്രത്യക്ഷനാവും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വരും. കുറേ നാൾ മുമ്പ് അങ്ങനെ കാണാണ്ടായി. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. തിരിച്ചു വന്നില്ല. ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ ഓർമ്മകളുടെ കെട്ടഴിച്ചു. ആഹാ, അപ്പോ അവനായിരിക്കും. ആരുമില്ലാത്ത ഈ വീട് അടഞ്ഞു കിടന്നതല്ലേ. അപ്പോ അവൻ വന്നുകൂടിയതാകും. നിങ്ങൾ താമസത്തിന് വന്നപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട് കാണില്ല. നോക്കട്ടെ, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന്. അവർ ആ വീട്ടിലെ മുറികളൊക്കെ കയറി നോക്കി. പിന്നാമ്പുറത്ത് കാട് കയറി കിടക്കുന്ന ഒരു ചെറിയ പറമ്പുണ്ട്. അവിടെയൊക്കെ ആൾപെരുമാറ്റമുണ്ടായിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്ന് തോന്നി. അരമണിക്കൂറിൽ അവരുടെ സെർച്ച് അവസാനിച്ചു. അവർ തിരിച്ചുപോയി. ജഗത് സിംഗിന്റെ ഗസൽ ഒഴുകി നിൽക്കുന്ന അന്തരീക്ഷത്തിൽ കയ്യിലെ ബെക്കാർഡി ലെമൺ ഒരു സിപ്പെടുത്ത ശേഷം ചാരുകസേരയിൽ ആസ്വദിച്ചു കിടക്കുകയായിരുന്നു ഷിജോ. ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, മദ്യത്തിൽ സോഡ ഒഴിക്കുന്നത് പോലെ ഒരു കോമ്പിനേഷനാണ് ഗസലും മദ്യവും തമ്മിലുള്ളതെന്ന്. ഗസലിന്റെ ഒരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ വെറുതെ അങ്ങ് ഫ്രീ ആകണം. ചിന്തകളും ടെൻഷനുമൊക്കെ കാറ്റിൽ പറത്തിവിടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഫോൺ ബെല്ലടിച്ചത്. സനുഷ കോളിംഗ്. ഷിജോ ചുവരിലേക്ക് നോക്കി. സമയം രാത്രി 9 മണി. അയാൾ ഫോണെടുത്തു. സർ, അയാൾ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്. ഒന്ന് വേഗം വരാമോ പ്ലീസ്? ഇത്രയും പറഞ്ഞ് മറുപുറത്ത് ഫോൺ കട്ടായി. ഈ പെണ്ണുമുള്ളയ്ക്ക് രാത്രി എന്തിൻ്റെ ഭ്രാന്താ? ഇതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഷിജോ ഡ്രസ്സ് മാറി. സാധാരണ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ വണ്ടി എടുക്കാറില്ല. ഡ്രൈവർ സുരേഷിനോട് ഫോണിൽ ജീപ്പ് എടുത്ത് വരാൻ പറഞ്ഞു. 20 മിനിറ്റിൽ അയാൾ സനുഷയുടെ വീടിന്റെ ഗേറ്റിന് മുന്നിലെത്തി. അവർ ടോർച്ചുമായി അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആകെ പരിഭ്രമിച്ച പോലെ. സർ, പ്ലീസ് കം വിത്ത് മീ. അയാൾ ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയാണ്. ഞാൻ മുകളിലത്തെ മുറിയിൽ ഇരുന്നപ്പോൾ കണ്ടു. ആ കുട്ടിയെ കൈകളിൽ കോരിയെടുത്ത് അയാൾ ആ ഷെഡിന് നേർക്ക് നടന്നു പോകുന്നത്. പാവം ആ കുട്ടി ഉറങ്ങുകയാണെന്ന് തോന്നുന്നു. പ്ലീസ് സർ, ഒന്ന് നോക്കാമോ? എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. അവർ കരച്ചിലിന്റെ വക്കിലാണ്. നിസ്സഹായതയും പേടിയുമൊക്കെ പ്രകടമായ വാക്കുകൾ. ഷിജോ ടോർച്ച് തെളിച്ച് മുന്നോട്ട് നടന്നു. അവിടെ ഒരു ഷെഡുണ്ട്. പണ്ട് റബ്ബർ ഷീറ്റ് ഉണങ്ങാനിടുന്ന പുരയായിരുന്നു. കാട് പിടിച്ച് കിടക്കുന്ന ആ പറമ്പിൽ ഒരുപാട് ഇഴജന്തുക്കൾ ഉണ്ടാകാം. എന്നാലും അവർ പറഞ്ഞതിലെന്തോ ഒരു ആത്മാർത്ഥത ഉള്ളതുപോലെ തോന്നിയതുകൊണ്ടും ഉള്ളിൽ കിടക്കുന്ന ബെക്കറിഡിയുടെ ശക്തി കൊണ്ടും ഒട്ടും പേടിയില്ലാതെ ഷിജോ ഷെഡിന്റെ അടുത്തെത്തി. ടോർച്ച് തെളിച്ചു നോക്കി. ചങ്ങലയിട്ട് പൂട്ടിയിട്ട് വർഷങ്ങളായ വാതിൽ. അകത്ത് മുഴുവൻ പൊടി നിറഞ്ഞു കിടക്കുന്നു. കമ്പിയഴി കൊണ്ട് ഉണ്ടാക്കിയ ആ വാതിൽ ആരെങ്കിലും ഒന്ന് തുറന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട് എന്നുറപ്പാണ്. ഷിജോ തിരികെ അവരുടെ അടുത്തെത്തി. മാഡം, അത് നിങ്ങൾക്ക് തോന്നിയതാണ്.
ആ ഷെഡ് തുറന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അവിടെയെങ്ങും ആരും പോയിട്ടില്ല എന്ന് ഉറപ്പാണ്. അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമുള്ളതുപോലെ. ഐ ആം നോട്ട് ലൈങ് സർ. ഞാൻ അവരെ കണ്ടു. ആ കുട്ടിയെ അയാൾ എടുത്തുകൊണ്ടുപോയി. സത്യായിട്ടും. അയാൾ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. പാവം കുഞ്ഞ്. പ്ലീസ് ഇൻസ്പെക്ടർ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ പ്ലീസ്. ആ കുട്ടി ഹെൽപ്ലെസ് ആണ്. അവൾക്കറിയില്ല. ആ സ്ത്രീ പുലമ്പിക്കൊണ്ടിരുന്നു. മാഡം, മാഡം ഒറ്റയ്ക്കുള്ളതിൻ്റെ ഭയമാണിതൊക്കെ. പേടിക്കണ്ട. ഇന്ന് രാത്രി ഇവിടെ കാവലിന് ആളെ നിർത്താം. ഇനി അവരെ കാണുന്നെങ്കിൽ പറഞ്ഞാ മതി. ഷിജോ പറഞ്ഞതൊന്നും അവർ കേട്ടില്ല. സനിഷയുടെ മനസ്സിൽ നിറയെ ടെൻഷനായിരുന്നു. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജനലിലൂടെ താഴെ ആരോ നടക്കുന്നത് കണ്ടത്. സനിഷ നോക്കിയപ്പോൾ അയാളാണ്, ചന്തപ്പൻ. അയാൾ കൈകളിൽ ആ കൊച്ചുകുട്ടിയെ കോരിയെടുത്തുകൊണ്ട് പോവുകയായിരുന്നു. കുട്ടിയുമായി അയാൾ ആ ഷെഡിലേക്ക് കയറിയത് അവൾ കണ്ടു. തിരികെ പോകുന്ന സമയത്ത് ഷിജോയ്ക്ക് ഉറപ്പായിരുന്നു, ആ സ്ത്രീക്ക് മാനസികമായ എന്തോ പ്രശ്നമുണ്ട്. സാറേ, ഇത് മാനസികമൊന്നുമല്ല. സംഗതി മറ്റേതാ, പ്രേതം. പിൻസീറ്റിലിരുന്ന ചന്ദ്രൻ അഭിപ്രായം പറഞ്ഞു. ഷിജോ ചിരിച്ചു. കളിയാക്കണ്ട സാറേ, പലരും കണ്ടിട്ടുണ്ട്. സ്വന്തമായ അനുഭവം വരുന്നതുവരെ ഇതൊക്കെ എല്ലാവർക്കും പ്രഹസനം മാത്രമാണ്. അന്ന് രാത്രി 2 പോലീസുകാർ അവിടെ കാവൽ നിന്നു. പിറ്റേന്ന് ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞപ്പോൾ വീണ്ടും അവരുടെ ഫോൺ വന്നു. സർ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് അത്യാവശ്യമായി ഇവിടെ വരണം പ്ലീസ്. ഷിജോയ്ക്ക് ശരിക്കും ദേഷ്യം വന്നു. TIGയുടെ വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അയാൾ ജീപ്പെടുത്ത് അവളുടെ വീടിന് നേരെ ഓടിച്ചുപോയി. അവിടെ അവൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു, അവളുടെ വാക്കുകളുടെ തെളിവുകളുമായി. പതിവ് പോലെ സനുഷ ഗേറ്റിന്റെ വാതിക്കൽ കാത്തുനിന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ പരിഭ്രമം നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു. സർ, ആ കുട്ടി എൻ്റെ ഇമാജിനേഷൻ അല്ല. ദേ നോക്ക്. അവിടെ 1-2 ഫ്രോക്കുകളും ഒരു ടെഡ്ഡി കരടിയുടെ പാവയും ഉണ്ടായിരുന്നു. ഷിജോ ആ പാവയെ എടുത്തു. പൊടിപിടിച്ച പഴമയുടെ മണമുള്ള പാവ. അതുപോലെ തന്നെ വർഷങ്ങളുടെ പഴക്കമുള്ള ഫ്രോക്കും. ഇത് ആ കുട്ടിയുടെയാ. ഞാനിത് അവളുടെ കയ്യിൽ കണ്ടിരുന്നു. ചിലപ്പോഴൊക്കെ എനിക്ക് പോലും തോന്നിയതാ അവളെൻ്റെ സങ്കല്പമാണെന്ന്. പക്ഷേ ദിസ് ഈസ് റിയൽ. അവൾ ഇവിടെയുണ്ട്. ഷീ ഈസ് ഹെൽപ്ലെസ്. പാവം. അയാൾ ആ കുട്ടിയെ സെക്ഷൽ അബ്യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്പെക്ടർ. അയാളെ അറസ്റ്റ് ചെയ്യണം. അല്ല, അയാളെയൊക്കെ കൊല്ലണം. അവളുടെ ശബ്ദം വികാര തള്ളിച്ചുകൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഷിജോ പാവയേക്കാൾ ശ്രദ്ധിച്ചത് അവളെയാണ്. മാഡം, നിങ്ങൾ കുറച്ചുനാൾ ഇവിടെ നിന്ന് മാറി നിൽക്കൂ. ഒറ്റയ്ക്കിവിടെ നിൽക്കുന്നത് അത്ര സേഫായി എനിക്ക് തോന്നുന്നില്ല. ഷിജോയുടെ അഭിപ്രായം അവർക്ക് ഇഷ്ടമായില്ല. ഡു യു തിങ്ക് ഐ ആം ക്രേസി? ആ, ഇത് കണ്ടില്ലേ? ഇത് സത്യമാണെങ്കിൽ അവളും സത്യമാണ്, അയാളും സത്യമാണ്. ഐ ഡോണ്ട് കെയർ. വാട്ട് ഡു യു തിങ്ക്? ജീവിതത്തിൽ ഒളിച്ചോടി മടുത്തു. സമാധാനം തേടിയാണ് മുംബൈയിൽ നിന്ന് ഒളിച്ചോടി ഇവിടെ വന്നത്. ഞാൻ ഇവിടെ നിന്നും എങ്ങോട്ടും ഒളിച്ചോടുന്നില്ല. നിങ്ങൾക്കെന്നെ വേണമെങ്കിൽ വിശ്വസിക്കാം. അവർ ഒരു ഭ്രാന്തിയെപ്പോലെ അരഭിത്തിയിൽ ആഞ്ഞിടിച്ചു. ഇതെവിടെ നിന്ന് കിട്ടിയതാ? ഷിജോ ചോദിച്ചു. അടുക്കളയുടെ പിന്നിൽ ഒരു റൂമുണ്ട്, അവിടെ നിന്ന് കിട്ടിയതാ. അവൾ അവിടെ ഉണ്ടായിരുന്നു. ഷീ ടോക്ക് ടു മീ. നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല എന്നെനിക്കറിയാം. എങ്കിലും പറയാ, ആ കുട്ടി അയാളെ പേടിച്ചു നടക്കുകയാണ്. ആരുമില്ലാത്തപ്പോൾ അയാൾ ആ കുഞ്ഞിനെ ഉപദ്രവിക്കും. നോബഡി ഈസ് ദെയർ ടു ഹെൽപ്പ് ഹെർ. ബുദ്ധിസ്ഥിരതയില്ലാത്തവർ സംസാരിക്കുന്നത് പോലെ തോന്നി അവളുടെ സംസാരം. യാത്ര പറഞ്ഞു പിരിയുമ്പോൾ അവൾ അയാളെ പിന്നിൽ നിന്ന് വിളിച്ചു. വൺ മോർ തിങ്. അവളുടെ പേര് അമ്മു എന്നാണ്. ആ വൃത്തികെട്ടവൻ അമ്മു അമ്മു എന്ന് വിളിച്ചു നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓടിയെത്തുമ്പോഴേക്കും അവൻ രക്ഷപ്പെടാറുണ്ട്. ഒന്നും പറയാതെ ഷിജോ ജീപ്പെടുത്തു. സ്റ്റേഷനിലെത്തിയ ഉടനെ ചന്ദ്രനെ വിളിച്ചു. ചന്ദ്ര, ആ പെണ്ണുമ്പിള്ള നല്ല തലവേദനയാകുന്നുണ്ട്. പക്ഷേ എന്തോ അവർ കള്ളം പറയുന്നത് പോലെ തോന്നുന്നുമില്ല. താനിരിക്കെ, കുറച്ച് ചോദിക്കാനുണ്ട്. തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ചിട്ട് ചന്ദ്രൻ കാതോർത്തിരുന്നു. ചന്ദ്ര, നല്ലോണം ആലോചിച്ചിട്ട് പറ. ആ വീട്ടിൽ പെൺകുട്ടികൾ ആരെങ്കിലും കൊല്ലപ്പെട്ടതായി ഓർമ്മയുണ്ടോ? ഇല്ല സാറേ.
എൻ്റെ അറിവിലില്ല. അവിടുത്തെ അമേരിക്കയിലുള്ള മൂത്ത കൊച്ച് ഗർഭിണിയായി എന്നും പ്രസവിച്ച കുഞ്ഞിനെ കട്ടിളപ്പണിയുടെ കീഴെ കുഴിച്ചിട്ടെന്നും ഒരു കേട്ടുകേൾവിയുണ്ട്. അത് 10-20 കൊല്ലം മുമ്പാണ്. അവളുടെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്കയിലാണ്. അവരൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് മിനിമം ഒരു 20 കൊല്ലമെങ്കിലും ആയിക്കാണും. ഉം. ഡോ, പിന്നെ താൻ അവിടെ ആരേലും ഈ കൊച്ചു കുട്ടിയുടെ പ്രേതത്തെ കണ്ട എന്തേലും കഥ കേട്ടിട്ടുണ്ടോ? സാറേ, കഥ കുറേയുണ്ട്. പക്ഷേ കൊച്ചിന്റെ പ്രേതമൊന്നും കേട്ടിട്ടില്ല. അല്ല, സാറിന് ഈ പ്രേതകഥകളൊക്കെ പുച്ഛല്ലേ? എനിക്ക് പ്രേതകഥയല്ല കേൾക്കേണ്ടത്. ഒരു കൊച്ചു പെൺകുട്ടി ആ വീടുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാനുള്ളത്. സിജോ പറഞ്ഞപ്പോൾ ചന്ദ്രനൊന്ന് ആലോചിച്ചു. സാറേ, ഈ പറഞ്ഞ പ്രായത്തിൽ ഒരു പെൺകുട്ടിയെ അവിടെ കണ്ടിട്ടുള്ളത് പഴയ ബാങ്ക് മാനേജർ ആയിരുന്ന നാരായണൻ സാറിന്റെ മകളാണ്. പേര് ഓർമ്മ വരുന്നില്ല. അവരാകെ 2-3 മാസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് സാർ ഇവിടുന്ന് ട്രാൻസ്ഫറായി പോയി. വേറെ പെൺകുട്ടികൾ ആ വീട്ടിൽ ഉണ്ടായിരുന്നതായി എനിക്കൊരറിവുമില്ല. സിജോ ഒരു ദീർഘനിശ്വാസം വിട്ടു. പുറത്തേതോ ഒരു പരാതിക്കാരൻ വന്നതായി കോൺസ്റ്റബിൾ പറഞ്ഞു. അതോടെ ആ സംഭാഷണം അവിടെ മുറിഞ്ഞു. 2 ദിവസത്തിനു ശേഷം വാഹന പരിശോധനയുമായി റോഡരികിൽ നിൽക്കുന്ന സമയത്താണ് സ്റ്റേഷനിലെ ലാൻഡ് ഫോണിൽ നിന്ന് ഷിജോയ്ക്ക് ഒരു ഫോൺ വരുന്നത്. സാറേ, ആ ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കുന്ന ബോംബെക്കാരി സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. സാർ ഇങ്ങോട്ട് വരണം. ഷിജോയ്ക്ക് ദേഷ്യമാണ് വന്നത്. എന്തേലും പറഞ്ഞ് അതിനെ തൽക്കാലം ഒഴിവാക്കടോ. ഞാൻ സ്ഥലത്തില്ല എന്ന് പറ. അങ്ങനെയല്ല സാറേ, സംഗതി സീരിയസ് ആണ്. അവർ ഒരാളെ കൊന്നു എന്നാണ് പറയുന്നത്. സാർ അത്യാവശ്യമായി വരണം. മറുവശത്ത് ഫോൺ കട്ടായി. ഷിജോ ഞെട്ടിത്തെറിച്ച് ഇരുന്നു പോയി. സാർ, അയാളെ ഞാൻ കൊന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ അവർ അത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. അയാൾ ആ കുട്ടിയെ ഉപദ്രവിച്ചു. ഇന്ന് അവനെ എനിക്ക് കിട്ടി. കിണറ്റിന്റെ കരയിലിരിക്കുമ്പോൾ ഞാൻ അവനെ തള്ളി താഴെയിട്ടു. അവന്റെ പിടച്ചിൽ ഞാൻ കണ്ടതാ. ചോര, ചുവന്ന ചോര. അവർ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ASI സനൂപിനെ വിളിച്ച് അവളുടെ ബന്ധുക്കളുടെ ഡീറ്റെയിൽസ് എടുത്ത് അവരെ വിവരമറിയിക്കാൻ അയാൾ ഏർപ്പാട് ചെയ്തു. ഷിജോ 2 വനിതാ പോലീസുകാരോടൊപ്പം അവരെ ജീപ്പിൽ കയറ്റി. മുൻ സീറ്റിൽ അയാൾ കയറി. ചന്ദ്രൻ വണ്ടിയെടുത്തു. ഞാൻ മുകളിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടു, അയാൾ ആ കിണറ്റിന്റെ കരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കാതെ ഞാൻ അടുത്തെത്തി. അയാൾ ഒരു പാട്ടും പാടി ബീഡി വലിക്കുകയായിരുന്നു. കിണറിന്റെ കരയിൽ അകത്തേക്ക് കാലുകളിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അയാളെ പിടിച്ച് തള്ളി. അയാൾ താഴെ വീണു. തലയിൽ നിന്ന് ചോര ഒലിച്ചിറങ്ങി. ഞാൻ വ്യക്തമായി കണ്ടു. ആ പാറക്കെട്ടിൽ തലയിടിച്ച് അയാൾ നിശ്ചലനായി കിടന്നു. ചാവട്ടെ, അങ്ങനെയുള്ളവൻ ചാവണം. അവൾ പിറുപിറുത്തു. ഷിജോയും ചന്ദ്രനും ആ കിണറ്റിന്റെ അടുത്തേക്ക് നീങ്ങി. സനുഷ വനിതാ പോലീസുകാരോടൊപ്പം ഉമ്മറത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ പൊക്കത്തിൽ പുല്ലു വളർന്ന വഴി. കിണറ്റിന്റെ അടുത്തെത്തിയപ്പോൾ അവർ ഞെട്ടി. കിണറ്റിന്റെ വായ ഇരുമ്പ് ഫ്രെയിം കൊണ്ട് മൂടിയിരിക്കുന്നു. അതിന്റെ അടപ്പ് പൂട്ടിയ താഴ് കണ്ടാൽ അറിയാം, കുറഞ്ഞത് 10 വർഷമെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അത് തുറന്നിട്ട്. ഈ കോപ്പിന് വട്ടാണ്, ചുമ്മാ മനുഷ്യനെ മെനക്കെടുത്താൻ. ഷിജോയ്ക്ക് കടുത്ത അരിശം തോന്നി. അയാൾ നേരെ അവളുടെ അടുത്തേക്ക് ചെന്നു. നിങ്ങൾ ആരെ കൊന്നെന്നാ പറഞ്ഞത്? സി മാഡം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വല്ല മരുന്നും കഴിക്കണം. കുറേയായി ഞാനിത് സഹിക്കുന്നു. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അവൾ തളർന്ന് താഴെയിരുന്നു. പ്ലീസ് ട്രസ്റ്റ് മീ സർ. നിങ്ങൾ ആ കിണർ ഒന്ന് നോക്കൂ ഇൻസ്പെക്ടർ. അതിൻ്റെ ഉള്ളിൽ അയാളുണ്ട്. ഞാനാണ് അയാളെ തള്ളിയിട്ടത്. ഷിജോയുടെ നിയന്ത്രണം വിട്ടു. ഓക്കെ ഫൈൻ. ഞാൻ കിണറിനകത്ത് ആളെ ഇറക്കി ഒന്നുമില്ല എന്ന് കാണിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾക്ക് ഭ്രാന്താണെന്ന്. ചന്ദ്ര, ആരെയെന്ന് വെച്ചാൽ വിളിച്ച് ഈ കിണർ ക്ലീൻ ചെയ്യിക്ക്. ഇപ്പോ കാശ് ഞാൻ കൊടുക്കാം. ഇന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കണം. 10 മിനിറ്റിനുള്ളിൽ 2 പേരെത്തി. 2 ബംഗാളികൾ. അതിലൊരുത്തൻ മേലിൽ നിന്ന് കയറിട്ട് കൊടുത്തു. മറ്റവൻ താഴെ ഇറങ്ങി. ഷിജോ ഉമ്മറത്ത് ദേഷ്യം അടക്കി പിടിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും എന്തൊക്കെയോ പെറുപിറുത്തുകൊണ്ട് സനുഷ തൂണിൽ ചാരിയിരുന്നു. അവരുടെ ബോധം മറയുന്നത് പോലെ തോന്നി. അവരെ ജീപ്പിൽ ഹോസ്പിറ്റലിലേക്ക് അയക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് ഷിജോ അവിടെയിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ഓടിവന്നു. സാറേ, ഒന്ന് ഓടിവന്നേ. കിണറ്റിൽ നിന്ന് ഒരു സ്കെൽറ്റൻ കിട്ടിയിട്ടുണ്ട്.
ഷിജോ കിണറ്റിൻകരയിൽ എത്തിയപ്പോഴേക്കും ബംഗാളികൾ അസ്ഥികൂടത്തിന്റെ വിവിധ ഭാഗങ്ങളെടുത്ത് സിമന്റ് തറയിൽ നിരത്തി വയ്ക്കുകയായിരുന്നു. 50 വയസ്സിന് മുകളിലുള്ള പുരുഷൻ. അയാളുടെ വലത്തെ കാലിന് നീളക്കുറവുണ്ട്. മുടന്തൻ. പിന്നെ സ്കെൽറ്റനൊപ്പം കിട്ടിയ നീല കല്ല് വെച്ച കടുക്കൻ. മരണം സംഭവിച്ചിട്ട് കുറഞ്ഞത് 20 വർഷമെങ്കിലും ആയിട്ടുണ്ട്. തല കല്ലിലിടിച്ചാണ് മരണം സംഭവിച്ചത് എന്നാണ് എന്റെ നിഗമനം. കിണറ്റിലേക്ക് വീണ സമയത്ത് തല ഇടിച്ചതാകും. ഡോക്ടർ സജിൻ കാര്യങ്ങൾ വിശദമായി ഷിജോയോട് പറഞ്ഞു. ഒരുപക്ഷെ പൊട്ടക്കിണറായിരുന്നതുകൊണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഡോക്ടർ, ഈ കേസ് ആകെ കുഴഞ്ഞുമറഞ്ഞ അവസ്ഥയിലാണുള്ളത്. ഷിജോ കേസിന്റെ കാര്യങ്ങൾ ഡോക്ടർ സജിനോട് പറഞ്ഞു. ആ സ്ത്രീക്ക് എങ്ങനെ അറിയാം ഇക്കാര്യങ്ങൾ? ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. എന്തോ ഒരു പാരസൈക്കോളജിക്കൽ അപ്രോച്ച്. നിങ്ങൾ അവരെ കാണിക്കുന്ന മനഃശാസ്ത്രജ്ഞനുമായി ഒന്ന് ബന്ധപ്പെടൂ. കാരണം ഇതിന് ലോജിക്കുള്ളൊരു വിശദീകരണം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല, സജിൻ വ്യക്തമാക്കി. കൊലപാതകമല്ലെങ്കിൽ മരണം നടന്നത് അവൾ പറഞ്ഞതുപോലെ ആകാനാണ് സാധ്യത. പക്ഷേ 20 വർഷം മുമ്പ്, അതാണ് എന്നെ കുഴപ്പിക്കുന്നത്. ആ സ്ത്രീക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് ഉറപ്പാണ്. ഡോക്ടറോട് യാത്ര പറഞ്ഞ് ഷിജോ ഇറങ്ങി. ജീപ്പിൽ ചന്ദ്രൻ ഉണ്ടായിരുന്നു. നേരെ അവളെ കാണിച്ചിരുന്ന സൈക്കാട്രിസ്റ്റിനെ കാണാൻ വേണ്ടി അങ്ങോട്ട് തിരിച്ചു. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ പെട്ടി തുറക്കാനുള്ള താക്കോലുമായി അയാളെ ഡോക്ടർ ഋഷി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. തന്റെ മുന്നിലെ പെൻഡുലം നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റോളം കഴിഞ്ഞു എന്ന് ഷിജോയ്ക്ക് തോന്നി. ഡോക്ടർ ഋഷി എന്ന ബോർഡല്ലാതെ ആളിതുവരെ റൂമിലെത്തിയില്ല. വളരെ ഭംഗിയായി അടുക്കി വെച്ച ഒരു ഓഫീസ് മുറി. ചുവരിലെ ചില ചിത്രങ്ങൾ ഒന്നോടിച്ചു നോക്കിയപ്പോൾ ഋഷി ചില്ലറക്കാരനല്ല എന്ന് ഷിജോയ്ക്ക് തോന്നി. വിവിധ കോൺഫറൻസുകളിൽ സംസാരിക്കുന്ന ചിത്രങ്ങൾ, പ്രധാനപ്പെട്ട മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന, പുരസ്കാരങ്ങൾ വാങ്ങുന്ന ചിത്രങ്ങൾ. ഇതൊക്കെ ഒരു ട്രിക്കാണ് മാഷേ. നമ്മളെ കാണാൻ വരുന്നവർക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കാനുള്ള പരിപാടി. ഒരു സൈക്കാട്രിസ്റ്റിൽ അയാളുടെ സബ്ജക്റ്റിന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് ജോലി ചെയ്യാൻ കഴിയൂ. ഫോട്ടോയിൽ കണ്ണു നട്ടിരുന്ന ഷിജോ പിന്നിൽ ഋഷി വന്നത് കണ്ടിരുന്നില്ല. ഷിജോയ്ക്ക് ഷേക്ക് ഹാൻഡ് നൽകി ഋഷി കസേരയിലിരുന്നു. സോറി, എനിക്ക് ഒരു ചോദ്യത്തിന്റെ കൂടി ഉത്തരം കിട്ടാനുണ്ടായിരുന്നു. അതാണ് അല്പം താമസിച്ചത്. ആ പെൺകുട്ടിയുടെ അച്ഛൻ എത്തിയിട്ടുണ്ട്. അയാളോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. അയാളുടെ ഉത്തരത്തോടെ എന്റെ അന്വേഷണം പൂർണ്ണമായി. 20 വർഷം മുമ്പ് നടന്ന ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്ന താങ്കളും സനുഷ എന്ന സബ്ജക്റ്റിന്റെ മനസ്സിന്റെ വ്യതിയാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന ഞാനും ഇവിടെ ഈ വഴിയിൽ കൂട്ടിമുട്ടുകയുണ്ടായി. ഒരുപക്ഷെ നമ്മൾ രണ്ടുപേർക്കുമുള്ള ഉത്തരങ്ങൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുണ്ട്. സോ, ആദ്യം എന്താണ് വേണ്ടത്? ഒരു കപ്പ് കോഫിയോ അതോ 20 വർഷം മുമ്പ് നടന്ന കൊലപാതകം എങ്ങനെ സനുഷ ഇന്നലെ നടത്തി എന്ന രഹസ്യമോ? എനിക്ക് കോഫിയേക്കാൾ അത്യാവശ്യം എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനാണ് ഡോക്ടർ, ഷിജോ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ചോയ്സ്. ആദ്യം ഞാൻ ആ സത്യം പറയാം, പിന്നെ കോഫി കുടിച്ചുകൊണ്ട് ബാക്കി സംസാരിക്കാം. നിങ്ങളോട് സനുഷ പറഞ്ഞത് 100% ശരിയാണ്. അവളാണ് അയാളെ കിണറിൽ തള്ളിയിട്ടത്. ഇതാണ് സത്യം. സോ, ഇനി കോഫി കുടിച്ചിട്ട് ബാക്കി. ഇത് പറഞ്ഞിട്ട് ഡോക്ടർ ഋഷി എഴുന്നേറ്റ് ചെന്ന് കോഫി മേക്കറിൽ നിന്ന് 2 കപ്പുകളിലേക്ക് കോഫി പകർന്നു. ഒന്നും മനസ്സിലാകാതെ ഷിജോ ഇരുന്നു. ഡോക്ടർ തമാശ പറഞ്ഞതാണോ? അവളെന്താ ടൈം ട്രാവൽ ചെയ്താണോ അയാളെ കൊന്നത്? കാരണം ആ കൊലപാതകം നടന്നത് 20 കൊല്ലം മുമ്പാണ്. അവൾ ആ വീട്ടിലെത്തിയത് ഒരാഴ്ച മുമ്പും. ഡോക്ടർ ഒന്ന് ചിരിച്ചു. ട്രസ്റ്റ് മീ ഷിജോ, ഐ ആം ടെല്ലിംഗ് ദി ട്രൂത്ത്. ചന്തപ്പൻ എന്ന മനുഷ്യനെ കിണറ്റിലേക്ക് തള്ളിയിട്ടത് സനുഷ തന്നെയാണ്. പക്ഷേ അത് ഇന്നലെ ആയിരുന്നില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് 9 വയസ്സുള്ള അമ്മു എന്ന് വിളിച്ചിരുന്ന സനുഷ തന്നെയാണ് അയാളെ കിണറ്റിലേക്ക് തള്ളിയിട്ടത്. സനുഷ കണ്ടിരുന്ന പെൺകുട്ടി മറ്റാരുമല്ല, അത് അവളുടെ തന്നെ കുട്ടിക്കാലമായിരുന്നു. വിശ്വസിക്കാനാകാതെ ഷിജോ ഇരുന്നു. സനുഷയുടെ അച്ഛൻ നാരായണൻ സ്റ്റേറ്റ് ബാങ്കിൽ മാനേജറായിരുന്നു. അവളുടെ കുട്ടിക്കാലത്ത് അവർ ഇതേ വീട്ടിൽ വളരെ കുറച്ചുനാൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു. അന്നവൾ കൊച്ചുകുട്ടിയായിരുന്നു.
അവർ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സമയങ്ങളിൽ അമ്മുവിന്റെ കാര്യം നോക്കാൻ അയാൾ ചന്തപ്പനെ ഏൽപ്പിച്ചു. എന്നാൽ ചന്തപ്പൻ ഒരു പീഡോഫൈലായിരുന്നു. അയാൾ കുഞ്ഞായിരുന്ന അമ്മുവിനെ ലൈംഗികമായി ഉപയോഗിച്ചിരുന്നു. അവൾക്ക് അയാളെ പേടിയും അറപ്പുമായിരുന്നു. അച്ഛനോട് പറയാനൊക്കെയുള്ള പേടി കാരണം അവൾ വീർപ്പുമുട്ടി കാത്തിരുന്നു, നിസ്സഹായയായി. ഒരു ദിവസം അവളെ ഉപദ്രവിച്ച ശേഷം കിണറിലെ മേലെ കയറിയിരുന്ന് കഞ്ചാവ് വലിച്ചിരുന്ന അയാളെ അമ്മ പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു. മനുഷ്യ മനസ്സിന് ഒരു കഴിവുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും, പക്ഷേ ഉപബോധ മനസ്സിൽ അത് തെളിഞ്ഞു നിൽക്കും. അതിനടുത്ത ദിവസം അവർ താമസം മാറി. കിണറ്റിൻകരയിൽ ഒരു നായ ചത്തുകിടന്നിരുന്നത് കൊണ്ട് ശവം ചീഞ്ഞ നാറ്റം അതിൻ്റേതാണെന്ന് എല്ലാരും കരുതി. ഇടയ്ക്കിടെ നാടുവിട്ടു പോയിരുന്ന ചന്തപ്പന്റെ തിരോധാനവും ആരും ശ്രദ്ധിച്ചിരുന്നില്ല. വീടുമാറിപ്പോയെങ്കിലും ആരോടും പറയാതെ രഹസ്യമായി തന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഇക്കാര്യം ക്രമേണ മറന്നെങ്കിലും സനിഷയുടെ ഉപബോധ മനസ്സിൽ അത് തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ആകസ്മികമായി വർഷങ്ങൾക്ക് ശേഷം ഇതേ വീട്ടിൽ അവൾ വന്നെത്തിയപ്പോൾ ഓർമ്മകൾ പലപ്പോഴും ട്രിഗറായി. അടുത്തിടെ അവൾ കടന്നുപോയ ട്രോമ കൊണ്ടും കുടുംബത്തിലെ പ്രശ്നങ്ങളും അബോഷനുമൊക്കെ കാരണം അവൾ വിഷാദരോഗത്തിന് ചികിത്സയിലായിരുന്നു. എന്നാൽ ഇവിടെ വന്ന ശേഷം മരുന്നു മുടങ്ങി, ഒപ്പം ഏകാന്തതയും. പിന്നെ അവൾക്ക് കിട്ടിയ പഴയ പാവയും കുട്ടിയുടുപ്പും, പിന്നെ ഇവിടത്തെ അന്തരീക്ഷവും അവളുടെ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞുകിടന്ന ആ ചൈൽഡ്ഹുഡ് ട്രോമയെ വീണ്ടും ട്രിഗർ ചെയ്തു. ഉള്ളിലെ കുറ്റബോധം, പേടി, ഇതൊക്കെ ചേർന്ന് അവളുടെ തലച്ചോർ പഴയ ഓർമ്മകളെ റിയാലിറ്റിയുമായി തുന്നിച്ചേർത്തു. അവൾ കണ്ട ആ കുട്ടി മറ്റാരുമായിരുന്നില്ല, അത് അവൾ തന്നെയായിരുന്നു. ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ഇല്യൂഷൻ. ഓർമ്മകൾ അവളുടെ മനസ്സിലുണ്ടാക്കിയ ഒരു ഇല്യൂഷനായിരുന്നു അതെല്ലാം. കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാനാവാതെ ഷിജോ ഇരുന്നു. താൻ അവളുടെ പേരിൽ കൊലപാതകത്തിന് കേസെടുക്കാൻ പോവുകയാണോ? സൈക്കാട്രിസ്റ്റ് ചോദിച്ചു. എന്തിന്? അയാൾ അർഹിക്കുന്ന മരണം അയാൾക്ക് കിട്ടി. ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു പേഷ്യന്റിന്റെ മൊഴി എന്തിനാ കണക്കിലെടുക്കുന്നത്? മാത്രമല്ല തെളിവുകളുമില്ല. സോ ഇത് നമ്മുടെ ഇടയിൽ തന്നെ ഇരിക്കട്ടെ, അല്ലേ ഡോക്ടർ? കണ്ടുകിട്ടിയ സ്കെൽറ്റനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഷിജോ ചിരിച്ചുകൊണ്ട് അയാൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് എഴുന്നേറ്റു. താങ്ക് യു ഡോക്ടർ. ആ ലേഡിക്ക് സുഖമാകും എന്ന് കരുതുന്നു. ജീപ്പിൽ ചന്ദ്രൻ ഇരിക്കുന്നുണ്ടായിരുന്നു. സാറേ, ഞാൻ പറഞ്ഞില്ലേ ആ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച നാരായണൻ സാറിനെ കുറിച്ച്? അങ്ങേരെ നേരത്തെ ഞാൻ കണ്ടു, ഹോസ്പിറ്റലിന് പുറത്തു വെച്ച്. അയാളുടെ ആരോ ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ഷിജോ ഒന്ന് ചിരിച്ചു. സനുഷയുടെ അച്ഛനാണ് നാരായണൻ എന്നും ആ കൊച്ചു പെൺകുട്ടി സനുഷയാണെന്നും ഒരിക്കലും മറ്റാരും അറിയണ്ട എന്ന് ഷിജോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അല്ല സാറേ, ആ പെണ്ണിനെന്താ പ്രശ്നം? വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് ചന്ദ്രൻ ചോദിച്ചു. ആ, അവക്ക് വട്ടാടോ, പോവാൻ പറ. പോലീസ് ജീപ്പ് ആശുപത്രി കടന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങി. പ്രിയ കൂട്ടുകാരെ, കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കമൻറ്റും കൂടി. താങ്ക് യു.